ആത്മാവ് വ്യക്തമായി പ്രകാരം പറയുന്നുവത്രേ. The Spirit of the Lord clearly speaking to us. ഈ തീയുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചിലർ എന്നെ കേൾക്കുന്നുവത്രേ. There are some people listening to me this morning, those who are going through the situation of water and fire. നീ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നീ ഹല്ലേലൂയ സകലത്തിനും അവകാശിയാണ് എന്ന വചനപ്രകാരം ഈ പകൽക്കാലം ഞാൻ നിങ്ങളുടെ ദൂത് പറയട്ടെ. As you are being or going in or accepted the sonship of the Lord, I will give you a message this morning. ഏത് വെള്ളത്തിലൂടെ കടന്നു പോയാലും അത് നിന്നെ നിമിക്കുവാൻ ഇടവരാത്ത തരത്തിൽ ദൈവത്തിന്റെ ആത്മശക്തിയാൽ ക്രമീകരിക്കപ്പെടുമത്രേ. Amen. The coming days you will be seeing that any water is trying to overflow you, but it will never be doing that. നിന്റെ ശത്രു ലജ്ജിതരാകുവാൻ തക്കവണ്ണം അതേ ദൈവ പൈതലെ ശത്രുവിന് മുന്നിൽ തീരുമേശി ഒരുക്കുന്ന ദൈവമായ നമ്മുടെ കർത്താവ് നിന്നെ തള്ളയിടപ്പെട്ട ചുറ്റിച്ചൂളയിൽ നിന്ന് നിന്നെ ഒരു മൂർച്ചയുള്ള ആയുധമായി പുറത്തെടുക്കുന്ന ദിവസങ്ങൾ എത്രേ വരുന്നത്. Amen. Hallelujah. The God who has promised us, He will prepare a table before your enemies. The same one, even if he has been put into the fire or the water. അതേ ദൈവമേ അതുകൊണ്ട് ഐശയ്യാ പ്രവചനം 54 വ്യക്തമായി പറയുന്ന പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ അവന്റെ ദയയോ ഒരു കാലത്തും നീങ്ങിപ്പോകത്തില്ല. Hallelujah. The mountains will move away, the hills will be taken away, but His grace will, His mercy will never fade away. അതേ അവന്റെ കൃപ നിന്റെ മേൽ നിന്ന് നീങ്ങിപ്പോകത്തേയില്ലത്രേ. His mercy will never be faded away from you. അതുകൊണ്ടത്രേ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ദൈവത്തോട് തന്റെ മേലുള്ള ഹല്ലേലൂയ ശത്രുവിന്റെ പ്രവൃത്തിയെ കുറയ്ക്കുവാൻ 3 പ്രാവശ്യം അപേക്ഷിച്ചിട്ട് Paul had requested to the God to reduce the tribulations that he was been going through. അവൻ അവിടെ വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ അവൻ 3 പ്രാവശ്യം ദൈവത്തോട് വീണ്ടും വീണ്ടും അത് നീങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചു ചോദിച്ചു എന്ന്. 3 times he requested to God to take this away from my life. എന്നാൽ ദൈവം അവനോട് പറഞ്ഞത് ഇപ്രകാരം അത്രേ, നിനക്ക് എന്റെ കൃപ മതിയത്രേ. God said to him, my grace is sufficient. അതേ ദൈവമേ നിനക്ക് അവന്റെ കൃപ മതിയത്രേ. God Lord said to him that grace is sufficient, and the same thing, you need only His grace. അതിന് നിനക്കെതിരായി നിൽക്കുന്ന പർവ്വതങ്ങൾ നീങ്ങിപ്പോകാം, കുന്നുകൾ നീങ്ങിപ്പോകാം, എന്നാൽ അവന്റെ കൃപയോ നീങ്ങിപ്പോകത്തില്ലത്രേ. There will be the mountains and the hills and the big things are happening in front of you, but His grace is more than enough and sufficient for you.